PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന് പറയുന്ന ഭാഗത്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ആദ്യത്തേത്, വാട്ട് ഈസ് ദി പ്ലൂറൽ ഫോം ഓഫ് മീഡിയം? വാട്ട് ഈസ് ദി പ്ലൂറൽ ഫോം ഓഫ് മീഡിയം? മീഡിയം എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയത്തിൻ്റെ പ്ലൂറൽ ഫോം ഓപ്ഷൻ C ആണ്, മീഡിയ എന്നതാണ്. മീഡിയ. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. IUM എന്നിങ്ങനെ അവസാനിക്കുന്ന വേർഡ്സ്, അതിൻ്റെ അവസാനം IUM മാറ്റിയിട്ട് A ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്ലൂറൽ ഫോം കിട്ടും. ഓക്കെ, സിംഗുലറിൽ IUM-ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ അവസാനം IUM മാറ്റിയിട്ട് A ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. ഫോർ എക്സാമ്പിൾ നോക്കുക, സ്റ്റേഡിയം. സ്റ്റേഡിയം എന്നതിൻ്റെ പ്ലൂറൽ ഫോം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? STADIUM എന്ന് എഴുതുന്നതിന് പകരം IA എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂറലായി. ദെൻ അക്വേറിയം. അക്വേറിയം എന്നുള്ളത് നമ്മൾ അക്വേറി എന്ന് വരെ എഴുതിയിട്ട് UM മാറ്റിയിട്ട് A ഇട്ട് കഴിഞ്ഞാൽ അക്വേറിയ എന്നായി. ദെൻ അടുത്തത് ഡാറ്റം. ഡാറ്റം എന്നുള്ളതിൻ്റെ UM മാറ്റിയിട്ട് ഡാറ്റ, A ചേർത്ത് കഴിഞ്ഞാൽ ഡാറ്റ എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ മീഡിയം എന്നുള്ളതിൻ്റെ UM മാറ്റിയിട്ട് നമ്മൾ A ചേർത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മീഡിയ കിട്ടി. ഓക്കെ, അപ്പോൾ IUM എന്നിൽ അവസാനിക്കുന്നതിൻ്റെ UM മാറ്റുക, പകരം എന്ത് ചേർക്കുക? A ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്കതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടി. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. മീഡിയം, സ്റ്റേഡിയം, അക്വേറിയം, ഡാറ്റം, അതിൻ്റെ എല്ലാം UM മാറ്റുക, പകരം A ചേർക്കുക, അപ്പോൾ അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് പ്ലൂറൽ ഓഫ് ബേസിസ്. ബേസിസ് എന്നതിൻ്റെ പ്ലൂറൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ബേസിസിൻ്റെ പ്ലൂറൽ ഓപ്ഷൻ D ആണ്, ബേസസ്. ബേസസ്. അപ്പോൾ ഇവിടെ ബേസിസ് എന്ന് പറയുമ്പോൾ IS-ലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ IS-ൽ അവസാനിക്കുന്ന വേർഡ്സ് അതിൻ്റെ പ്ലൂറൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ IS മാറ്റിയിട്ട് പകരം എന്ത് ചെയ്യുക? ES ആക്കിയിട്ട് മാറ്റാം. IS-നെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ES ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. കുറേയധികം എക്സാമ്പിൾ അങ്ങനെയുണ്ട്, നോക്കുക. ക്രൈസിസ്. ക്രൈസിസിൻ്റെ പ്ലൂറൽ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്രൈസിസ്, IS മാറ്റുക, ES എഴുതുക, അപ്പോൾ ക്രൈസിസ് എന്നായിട്ട് മാറും. അതാണ് അതിൻ്റെ പ്ലൂറൽ ഫോം. അനാലിസിസ്. അനാലിസിസും അങ്ങനെ തന്നെയാണ്. അനാലിസിസ്, SIS എഴുതുന്നതിന് പകരം SES എഴുതുക, അനാലിസിസ് എന്നായിട്ട് മാറും. ദെൻ ആക്സിസ്. ആക്സിസ് എന്നുള്ളത് AX എഴുതി IS-ന് പകരം ES എഴുതുക, ആക്സസ് എന്നുള്ളതാണ് അതിൻ്റെ പ്ലൂറൽ. അടുത്തത് തീസിസ്. തീസിസ് എന്നുള്ളത് TSI എന്ന് പകരം ES എഴുതുക, അപ്പോൾ തീസസ് എന്നുള്ളതാണ് അതിൻ്റെ പ്ലൂറൽ. ഡയഗ്നോസിസ്. ഡയഗ്നോസിസും നമ്മൾ അതുപോലെ തന്നെ DIAGNOSES എഴുതുക, ഡയഗ്നോസസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? അതിൻ്റെ പ്ലൂറൽ ഫോമായി. ഓക്കെ, അപ്പോൾ IS-ൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ IS മാറ്റിയിട്ട് പകരം ES ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കതിൻ്റെ പ്ലൂറൽ കിട്ടും. ബേസിസ്, ബേസസ്. ക്രൈസിസ്, ക്രൈസസ്. അനാലിസിസ്, അനാലിസസ്. ആക്സിസ്, ആക്സസ്. തീസിസ്,
ഡയഗ്നോസിസ്. ഓക്കെ, IS മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ES എഴുതുക. ഓക്കെ, അടുത്തത് നോക്കുക. ഫൈൻഡ് ദി പ്ലൂറൽ വേർഡ് ഓഫ് ക്രൈറ്റീരിയോൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതിന്റെ പ്ലൂറൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ക്രൈറ്റീരിയോൺ എന്നുള്ളതിന്റെ പ്ലൂറല് ഓപ്ഷൻ ബി ആണ്, ക്രൈറ്റീരിയ. ഓക്കെ, ക്രൈറ്റീരിയ അത് പഠിച്ചു വെക്കുക കേട്ടോ. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ക്രൈറ്റീരിയോൺ എന്നുള്ളതാണ് സിംഗുലർ. അടുത്തത് നോക്കുക. ഫൈൻഡ് ദി പ്ലൂറൽ ഫോം ഫ്രം ദി ബിലോ. ഓക്കെ, ഫൈൻഡ് ദി പ്ലൂറൽ ഫ്രം ദി ബിലോ. ഇതിൽ തന്നിട്ടുള്ളതിൽ പ്ലൂറൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, അതിന്റെ പ്ലൂറൽ എന്താണ്, ഫംഗൈ ആണ്, FUNGI ആണ്. ഫംഗൈ എന്നുള്ളതാണ് അതിന്റെ പ്ലൂറൽ. ക്രൈറ്റീരിയോൺ സിംഗുലർ ആണ്, നമ്മളിപ്പോൾ പഠിച്ചത് ക്രൈറ്റീരിയ എന്നുള്ളതാണ് അതിന്റെ പ്ലൂറൽ. ഇനി ഫർണിച്ചർ എന്ന് പറയുന്നതാണ് പ്ലൂറൽ. ഓക്കെ, ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യില്ല, അത് പ്ലൂറൽ ആണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പ്ലൂറൽ ആണ്. ഇനി ഗൂസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ, അതിന്റെ പ്ലൂറൽ എന്താണ്, ഗീസ് ആണ് കേട്ടോ. ഗൂസിന്റെ പ്ലൂറൽ എന്താണ്, ഗീസ് ആണ്. ഓക്കെ, നോക്കുക. ഫംഗസിന്റെ ഫംഗൈ, ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയൈ, ഫോക്കൈ, റേഡിയൈ, ഗീസ് ആണ്. അപ്പൊ ഈ ഗൂസ് ഗീസ് ഓർത്തിരിക്കുക. പിന്നെ ഞാനിവിടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ് ഫംഗസ് ഫംഗൈ ഐ അല്ലെ, ന്യൂക്ലിയസ് ന്യൂക്ലിയൈ, ഫോക്കൈ, റേഡിയൈ. അപ്പൊ ഇങ്ങനെ US അവസാനിക്കുന്ന വേർഡ്സിന്റെ എല്ലാം ആ US മാറ്റിയിട്ട് പകരം I ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അതിന്റെ പ്ലൂറലായി അല്ലെ. ഫംഗസിൽ US മാറ്റിയിട്ട് I ഇട്ടപ്പോൾ ഫംഗൈ, ന്യൂക്ലിയസിൽ US മാറ്റിയിട്ട് I ഇട്ടപ്പോൾ ന്യൂക്ലിയൈ, ഫോക്കസിൽ US മാറ്റിയിട്ട് I ഇട്ടപ്പോൾ ഫോക്കൈ, റേഡിയസിൽ US മാറ്റിയിട്ട് ഒരു I ഇട്ടപ്പോൾ 2 I, ഓൾറെഡി അവിടെ ഒരു I ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരു I ഇട്ടപ്പോൾ റേഡിയൈ ആയി അല്ലെ. അപ്പൊ ഇങ്ങനെ US അവസാനിക്കുന്നതിന്റെ അവസാനം I ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കുറേ അധികം വേർഡ്സിന്റെ പ്ലൂറൽ ഫോം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഫർണിച്ചർ എന്നുള്ളത് പ്ലൂറൽ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് നോക്കുക. ഫൈൻഡ് ദി പ്ലൂറൽ ഓഫ് നെബുല എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. നെബുലയുടെ പ്ലൂറൽ ഫോം നെബുലേ എന്നാണ്, നെബുലേ. അപ്പോൾ ഇവിടെ എയിൽ അവസാനിക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്തു, ഒരു ഇ കൂടെ ചേർത്ത് കൊടുത്തു അല്ലേ. അപ്പൊ നെബുലേ എന്നായി, നെബുലയുടെ കൂടെ ഇ ചേർത്തപ്പോൾ നെബുലേ എന്നായി. ഇതേപോലുള്ള 3 വേർഡ്സ് പഠിച്ചിരിക്കുക, നെബുലേ. ഓക്കെ, എയുടെ കൂടെ ഇയും കൂടെ ചേർത്ത് കൊടുത്തു. അതുപോലെ ഫോർമുലയുടെ എയുടെ കൂടെ ഒരു ഇ ചേർത്തപ്പോൾ ഫോർമുലേ എന്നുള്ളതാണ് അതിന്റെ പ്ലൂറൽ. അലുംനയുടെ പ്ലൂറൽ അലുംനേ എന്നാണ്, അലുംനേ. അപ്പോൾ എ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇ ചേർത്ത് കൊടുത്താൽ എന്തായി, പ്ലൂറലായി അല്ലേ. അപ്പോൾ നെബുലേ ഇ ചേർത്തു, ഫോർമുല ഇ ചേർത്തപ്പോൾ ഫോർമുലേ, അലുംന ഇ ചേർത്തപ്പോൾ അലുംനേ. അത് 3 ഒരുപോലെ പഠിച്ചിരിക്കുക കേട്ടോ. അടുത്തത് റൈറ്റ് ദി കറക്റ്റ് പ്ലൂറൽ ഓഫ് സൺ ഇൻ ലോയുടെ പ്ലൂറൽ കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇതിൽ, സൺ ഇൻ ലോസ് ഉണ്ട്, സൺസ് ഇൻ ലോസ് ഉണ്ട്, സൺസ് ഇൻ ലോ ഉണ്ട്. ഏതാണ് ഇതിൽ കറക്റ്റ് പ്ലൂറൽ ഓഫ് സൺ ഇൻ ലോ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന വേർഡ്സിന്റെ എല്ലാം ആദ്യത്തെ കിടക്കുന്ന ആൾ ആരാണോ, സൺ ആണോ, മദർ ആണോ, ഫാദർ ആണോ, അതിന്റെ കൂടെ മാത്രം ഒരു എസ്. ലോയ്ക്ക് എപ്പോഴും മാറ്റൂല, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ലോയ്ക്ക് നിയമങ്ങൾ എപ്പോഴും മാറില്ല, നിയമങ്ങൾ ആർക്കും മാറ്റമില്ല എന്നുള്ള രീതിക്ക് ഓർക്കുക. അപ്പൊ ലോ എന്ന് പറയുന്നത് മാറ്റമില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പൊ സൺ ഇൻ ലോ എന്ന് പറയുമ്പോൾ ആ സണ്ണ് മാത്രം മാറും, സൺസ് ഇൻ ലോ ആയിട്ട് മാറും. അപ്പൊ അതുപോലെ സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലോ സിസ്റ്റേഴ്സ് ഇൻ ലോ, സിസ്റ്ററിലാണ് ഒരു എസ് വരിക. മദർ ഇൻ ലോ ആണെങ്കിൽ മദേഴ്സ് ഇൻ ലോ ആയിട്ട് മാറും. കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിൽ കമാൻഡേഴ്സ് ഇൻ ചീഫ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന വേർഡ്സിന്റെ ആദ്യത്തെ വരുന്ന വേർഡ് ഏതാണോ അതിന്റെ കൂട്ടത്തിൽ ഒരു എസ് ചേർത്താൽ മതിയാവും. അടുത്ത നോക്കുക. മേരി വാസ് ആൻഡ് ഡാഷ് ഓഫ് റീഡ് എന്താണ് ഉത്തരം, അലുംനയാണ്, അലുംന. അപ്പോൾ അലുംന എന്ന് പറയുമ്പോൾ എന്താണ്, പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ളതാണ് അല്ലേ. അപ്പൊ പൂർവ്വ വിദ്യാർത്ഥി ഒരു മേരി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ അലുംന എന്നും, മെയിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ അലുംനസ് എന്നുമാണ് കേട്ടോ. മെയിൽ ആണെങ്കിൽ അലുംനസ് ആണ്, ഫീമെയിൽ ആണെങ്കിൽ അലുംനായാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഫീമെയിൽ ആണെങ്കിൽ അലുംന, മെയിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്താണ്, അലുംനസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് പിക്ക് ഔട്ട് ദി ഇൻകറക്റ്റ് സിംഗുലർ പ്ലൂറൽ ഗ്രൂപ്പ് ഫ്രം ദി ഫോളോയിങ്. തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കുറേ ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. മീഡിയ നമ്മൾ പറഞ്ഞില്ലേ, UM മാറ്റിയിട്ട് എ ചേർത്താൽ പ്ലൂറലായി. അപ്പോൾ മീഡിയ കറക്റ്റ് ആണ്. റേഡിയൈ നമ്മൾ പറഞ്ഞു, US മാറ്റിയിട്ട് ഒരു I ചേർത്താൽ റേഡിയൈ കറക്റ്റ് ആണ്. ബേസിസ് നമ്മൾ പറഞ്ഞു, IS മാറ്റിയിട്ട് ES ചേർത്താൽ മതി, ബേസസ് അതും കറക്റ്റ് ആണ്.
ഇവിടെ നോക്കൂ, ഷെൽഫ് ഷെൽസ്, അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഷെൽഫ് ഷെൽസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് തെറ്റിയത്? ഇങ്ങനെ ELF, ഓക്കെ, ELFൽ അവസാനിക്കുന്നത് നമ്മളവിടെ എഫ് മാറ്റിയിട്ട് VES ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ കിട്ടും. ഓക്കെ, ഷെൽഫ് എന്താണ് വരേണ്ടത്? ഷെൽസ് എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ FS എന്നുള്ളത് മാറ്റിയിട്ട് VES ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്ലൂറൽ കിട്ടും. എക്സാമ്പിൾ നോക്കുക, നൈഫ് FE മാറ്റിയിട്ട് VES ചേർക്കാം. ഹാഫ് F മാറ്റിയിട്ട് VES ആക്കി. തീഫ് F മാറ്റിയിട്ട് എന്താക്കി? VES, തീവ്സ് ആയി. ഡ്വാർഫ് F മാറ്റിയിട്ട് VES, ഡ്വാർഫ്സ്. ലീഫ് F മാറ്റിയിട്ട് VES ഇട്ടു, ലീവ്സ്. വോൾഫ് F മാറ്റിയിട്ട് VES ഇട്ടപ്പോൾ വോൾസ് ആയി. ഓക്കെ, നൈഫ് നൈവ്സ്, ഹാഫ് ഹാവ്സ്, തീഫ് തീവ്സ്, ഡ്വാർഫ് ഡ്വാർഫ്സ്, ലീഫ് ലീവ്സ്, വോൾഫ് വോൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് VES ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത്, പിക്ക് ഔട്ട് ദി പ്ലൂറൽ ഫോം ഓഫ് ഹീറോ. ഹീറോ എന്നതിൻ്റെ പ്ലൂറൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഹീറോയുടെ കൂടെ ES ചേർത്താൽ മതി. ഓക്കെ, ഹീറോ എന്നതിൻ്റെ കൂടെ ES ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഹീറോസ്, അതിൻ്റെ പ്ലൂറൽ കിട്ടും. അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ സീറോ. സീറോ എന്നുള്ളതിൻ്റെ കൂടെ ഒരു ES ചേർത്ത് കഴിഞ്ഞാൽ സീറോസ്, അതാണ് അതിൻ്റെ പ്ലൂറൽ ഫോം. അത് ഓർത്തിരിക്കുക. സീറോ സീറോസ്, ഹീറോ ഹീറോസ്, ES ചേർത്താൽ മതി. അടുത്തത്, ദ പ്ലൂറൽ ഓഫ് ഡൈനാമോ ഈസ്. ഡൈനാമോ എന്നതിൻ്റെ പ്ലൂറൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൈനാമോയുടെ പ്ലൂറൽ. ഡൈനാമോയുടെ പ്ലൂറൽ ഏതാണ്? ഡൈനാമോസ്. ഡൈനാമോയുടെ കൂടെ ചുമ്മാ ഒരു S ഇട്ട് കഴിഞ്ഞാൽ എന്തായി? അതിൻ്റെ പ്ലൂറലായി ഡൈനാമോസ്. ചുമ്മാ ഒരു S ഇട്ടാൽ മതി. ഓക്കെ, അതുപോലെയാണ് റേഡിയോ. റേഡിയോയുടെ കൂടെ ഒരു S ഇട്ട് കഴിഞ്ഞാൽ റേഡിയോസ് ആയി. ഓക്കെ, ഇനി PSC അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് വേർഡ്സ് കൂടെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇൻഡെക്സ്. ഇൻഡെക്സ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് ഇൻഡിസസ്. ഇൻഡെക്സിൻ്റെ പ്ലൂറൽ എന്താണ്? ഇൻഡിസസ് ആണ്. ഒപ്പസ്. ഒപ്പസിൻ്റെ പ്ലൂറൽ ഒപ്പേര ആണ് കേട്ടോ. ഒപ്പസ് ഒപ്പേര. ഓക്സ്. ഓക്സിൻ്റെ പ്ലൂറൽ ഓക്സൺ ആണ്. ഓക്സൺ. ചൈൽഡ്. ചൈൽഡിൻ്റെ പ്ലൂറൽ എന്താണ്? ചിൽഡ്രൻ ആണ്. വുമൺ. വുമൺ ഡോക്ടർ. വുമൺ ഡോക്ടർ എന്നുള്ളതിൻ്റെ പ്ലൂറൽ എഴുതുമ്പോൾ നമ്മൾ വുമൺ എന്നുള്ളതിലെ വുമൻ ആക്കി മാറ്റണം, ഡോക്ടർ എന്നുള്ളത് ഡോക്ടേഴ്സ് ആക്കി മാറ്റണം. രണ്ടിൻ്റെയും പ്ലൂറൽ എഴുതിയാലാണ് അതിൻ്റെ ഫുൾ പ്ലൂറൽ ആയിട്ട് മാറുള്ളൂ. വുമൺ ഡോക്ടർ എന്നുള്ളത് വുമൻ ഡോക്ടേഴ്സ് എന്നായിട്ട് മാറും. ഓക്കെ, പിന്നെ ഷീപ്പ്. ഷീപ്പിൻ്റെ പ്ലൂറൽ ഷീപ്പ് തന്നെയാണ്. അതുപോലെ ഡീറിൻ്റെ പ്ലൂറൽ ഡീർ തന്നെയാണ്. ഓക്കെ, അത് രണ്ടും മാറ്റില്ല. ഷീപ്പ് ഷീപ്പ് തന്നെ, ഡീർ ഡീർ തന്നെയാണ്. മെമ്മൊറാൻഡം. മെമ്മൊറാൻഡം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UM ആണല്ലോ അവസാനം. അപ്പോൾ UM മാറ്റിയിട്ട് എന്ത് ചെയ്യുക? A ചേർക്കുക അല്ലേ? അപ്പോൾ മെമ്മൊറാൻഡ എന്നുള്ളതാണ് അതിൻ്റെ എന്ത് പ്ലൂറൽ. മെമ്മൊറാൻഡം UMൽ അവസാനിച്ചു, അപ്പോൾ UM മാറ്റി A ചേർത്തു, അപ്പോൾ മെമ്മൊറാൻഡ. അടുത്തത് സ്പൂൺഫുൾ. സ്പൂൺഫുൾ എന്നുള്ളത് സ്പൂൺഫുൾസ് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ പ്ലൂറൽ. സ്പൂൺഫുൾ ഒരു S കൂടെ ചേർത്താൽ മതി. സ്പൂൺഫുൾസ്. ലാർവ. ലാർവ Aയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു Eയും കൂടെ ഇട്ട് കൊടുത്താൽ ലാർവേ. ഓക്കെ, ലാർവ ലാർവേ എന്നായിട്ട്. ഫോർമുല ഫോർമുലേ എന്ന് പറഞ്ഞില്ലേ? അലുമിന അലുമിനെ എന്നൊക്കെ പറഞ്ഞില്ലേ? നിബുല നെബുലേ. അതുപോലെ ലാർവ ലാർവേ, ഈ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം.